പാലം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരേ സ്ഥലങ്ങളായിട്ട് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ പാലപ്പള്ളി 906 അവിടെ ഉണ്ടപ്പോൾ നിൽക്കണത്. ഒന്ന് ചുറ്റൊന്ന് കാണിച്ചു കൊടുത്തേ. ഇതിലേ പോയാലാണ് ആ തൂക്കുപാലത്തിൻ്റെ അതിട്ട് ഇവിടെ തന്നെ കുറേ വണ്ടികൾ പോകുന്നുണ്ട്. ഇതിലേ പോയിട്ട് തന്നെ ആ തൂക്കുപാലം, അപ്പുറത്താണ് യാറം. ഇവിടെ തന്നെ ആ പാലപ്പള്ളി ഗ്രൗണ്ട് ഫേമസ് ആയി എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലവും ഇവിടെ തന്നെ കേട്ടോ. നമുക്കൊന്ന് പോയേക്കാം. ഇതിലേ പോകണം കേട്ടോ. ആ പാലത്തിൻ്റെ അവിടേക്ക് ഇതിലേ വണ്ടിയൊക്കെ റോഡൊക്കെ പക്ക മോശമാണ്. ഇതിലേ കുറച്ച് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ കാന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. ഞാൻ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ഒന്ന് ഇവിടേക്ക് ഒന്ന് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ, ഇതിലേ പോയാൽ തൂക്കുപാലം കാണാം. ഇവിടെ കുറേ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ എടുക്കണോണ്ട് ആൾക്കാരൊക്കെ മുഖത്തേക്ക് നോക്ക്. അതിൻ്റെ ഒരു ചമ്മലുകൊണ്ട് ശരിയായിക്കോളും. ആ തൂക്കുപാലത്തിൻ്റെ അവിടുന്ന് ഇപ്പം അതിങ്ങനെ അങ്ങനെ ആരും നടക്കണില്ല എന്നുണ്ട്. അതൊക്കെ ആകെ കേടായിരിക്കുന്നു. ആരും അങ്ങനെ നടക്കാറും ഇതൊന്നും കാണുന്നില്ല. നമുക്ക് മെല്ലെ അതൊക്കെ ഡബ്ബറുണ്ട്. ഹാരിസൺ ആരാണെന്ന് തോന്നുന്നു, ഫുൾ ഫോം ഒന്നും അറിയില്ല. ആ വെള്ളച്ചാട്ടവും ഇവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങാറൊക്കെ ഉണ്ട്. പടച്ച തമ്പുരാനെ നീ എത്തുന്ന പോയോക്കാം. യൂട്യൂബ് ചാനലാണ്, കുഴപ്പമില്ലല്ലോ മുഖം കാണിച്ചതിന്. അപ്പോൾ അങ്ങനെ ചേട്ടാ പാലത്തിൻ്റെ അവിടെ കാണാം. ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. ഹലോ, ഇതിൻ്റെ അപ്പുറത്ത് കണ്ട പള്ളിയുടെ അവിടേക്ക് കിടക്കണമെങ്കിൽ ഇവിടെ ഒരു ചിറ ഉണ്ടായിരുന്നു കേട്ടോ. വേനൽക്കാലം ആകുമ്പോൾ ഇതിലേ ഒരു ചിറ കിട്ടും. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചിറ കിട്ടും. ഇപ്പോൾ ഇത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. മഴക്കാലം ആയതുകൊണ്ട് ഡാമിൽ നിന്ന് അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല ഫോഴ്സിൽ വെള്ളം വരാറുണ്ട്. ആ ചിറ പൊളിച്ചിരിക്കണ കണ്ട, ഇതേ അതിൻ്റെ ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കണ്. അങ്ങോട്ട് അവർ കെട്ടാറുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് പോവാണ്. നേർച്ചയൊക്കെ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. നേർച്ചയാകുമ്പോൾ ഇവിടെ നല്ല ഭംഗി കാണാം. നല്ല ഫോഴ്സിൽ വെള്ളമൊക്കെ വരാറുണ്ട്. ഇനിയിപ്പോൾ ഇതിലും ഭംഗിയായിരിക്കും നമ്മൾ ഡാമിൻ്റെ അവിടെ പോയാൽ. ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന പോയല്ലേ, ഇതിലും അടിപൊളി സൂപ്പറായിരിക്കും. നമുക്ക് തിരിച്ചു പോവാം. തൂക്കുപാലത്തിൻ്റെ അത് കേടായി കിടക്കുക. ആൾക്കാർ കയറാറില്ല, പക്ഷെ ആൾക്കാർ കയറുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ചിട്ട് കാണാൻ പറ്റും. മെല്ലെ മെല്ലെ പേടിയാണ്. നോക്കി അതാകെ ഇതായിക്കണം. അങ്ങോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. അവിടെയൊക്കെ അപകടാവസ്ഥയിലാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട്. മേലേക്ക് കയറിയാൽ പ്രശ്നമാവും. ആരെങ്കിലും ഇതൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പുതുതായി ഒന്ന് പണിത് കിട്ടിയാൽ സൂപ്പറായിരുന്നു. ഓക്കെ, മെല്ലെ 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 ഇറങ്ങണം. അപ്പോൾ ആലോചിച്ച് നോക്കി, അന്നത്തെ കാലത്ത് ഇതിന് എന്ത് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോഴാണെന്ന് തോന്നുന്നു പട്ടിക്കൊക്കെ കേടായിരിക്കണം. ഓക്കെ, കണ്ട എൻ്റെ അവസ്ഥ കണ്ട. ക്യാമറ അല്ലല്ലോ, ഫോട്ടോ അല്ലേ.
നോക്കിയതാ നോക്കിയൊക്കെ ക്യാമറ മാറ്റി വെക്കാം, ഫോട്ടോ എടുക്കുക. വെറുതെ നോക്കിയാൽ മതിയാ. ഇതാണ് തൂക്കുപാലം. ആകെ പൊട്ടിയിരിക്കുന്നത് ബ്രിട്ടീഷുകാർ പണിത പാലം കേട്ടോ. ബ്രിട്ടീഷുകാർ പണിത പാലം അപകടാവസ്ഥയിൽ നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ശരിയാക്കിയാൽ സൂപ്പറായിരിക്കും. ഒന്ന് കാണിച്ചു വിട്ടാൽ അങ്ങോട്ട് അത് കയറണ്ട, പൊട്ടി സൂപ്പറാണ് കേട്ടോ. മതി മതി മതി. നല്ല കാണാനും നല്ല വൃത്തിയാണ്. ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ തൂക്കുപാലൊക്കെ? ബ്രിട്ടീഷുകാർ പണിതാന്ന് പറയുമ്പോൾ അപ്പം എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഈ പാലത്തിൻ്റെ പഴക്കം അത്രത്തോളം വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഈ പാലത്തിൻ്റെ. ഓക്കെ, അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. സൂപ്പറല്ലേ? അപ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് പോകും. ഓക്കെ, സൂപ്പറായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടിച്ചു ാണ് ആ ഫേമസ് ആയി എന്ന് പറഞ്ഞില്ലേ, പാലപ്പുള്ളി ഗ്രൗണ്ട്. അങ്ങോട്ടങ്ങോട്ട യാത്ര റോഡൊക്കെ വളരെ മോശമാണ്. നോക്കാം. എസ്റ്റേറ്റ് മേഖല ഉണ്ടത്. കുറേ പോകണമെന്ന് തോന്നുന്നില്ലേ? അതേ കാണുന്നുണ്ട് കേട്ടോ. ഗ്രൗണ്ട് എത്താനായി മക്കളെ, എത്താനായി. അപ്പോൾ നമുക്ക് ആ ഗ്രൗണ്ടിൻ്റെ അവിടേക്ക് പോകാം. ഓക്കെ, അവിടെ കുറേ ആൾക്കാരൊക്കെ കിട്ടും. ഇങ്ങനെ പോയിട്ട് എൻ്റെ സൗണ്ട് കേൾക്കില്ല, കാരണം അവിടെ കുറേ ആൾക്കാർ വർത്തമാനം പറയുന്നുണ്ട്. കാരണം എൻ്റെ സൗണ്ട് കുറവായിരിക്കും മക്കളെ, എൻ്റെ സൗണ്ട് കുറവായിരിക്കും. ഇതാണ് പാലപ്പള്ളി ഗ്രൗണ്ട്. ഒരു ചെറിയ തോട് പോകണ്ടിട്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ കാണിച്ചു തരാം. ക്യാമറമാനെ ഇതൊന്ന് പിടിക്കൂ, ക്യാമറമാൻ ഇതൊന്ന് പിടിക്കൂ. അങ്ങനെ പിടിച്ചോ, ബാക്കാണ് ബാക്ക് ക്യാമറ. ഇതൊന്ന് പിടിക്കൂ. ഓക്കെ, ഇതാണ് അപ്പോൾ ആ ഫേമസ് ആയിട്ടുള്ള പാലപ്പള്ളി ഗ്രൗണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, താങ്ക് യു.
ഗ്രൗണ്ട് ഇതാണ്. ആ ഫേമസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ലേ, അത് ഇതാണ്. ഓക്കെ, ഹാരിസൻ്റെ അന്നുണ്ട് അല്ലേ, ഹാരിസൻ്റെ എസ്റ്റേറ്റിൻ്റെ തോട്ടത്തിൻ്റെ. വൈകുന്നേരം ആകുമ്പോൾ കളിക്കുന്നുണ്ടില്ല ആൾക്കാർ, ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി ഒക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ കളിക്കണൊക്കെ ചെയ്യും. പക്ഷെ ഭയങ്കര തണല. ഇവിടെ ഇരുന്നിട്ട് അവരവിടെ കളിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കളിയൊക്കെ കാണാം. നല്ലൊരു സ്ഥലം, നല്ല സൂപ്പർ സ്ഥലങ്ങളുമാണ്. അറിയില്ല ഇവിടെ ആന ഇറങ്ങുമോ? ആനൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല. ഇവിടുത്തെ നമ്മളെ ഏരിയ ഇവിടുന്ന് കുറച്ചുകൂടെ പോയാൽ മതി. പുൽത്തന്നിയിലാണ്, 1 കിലോമീറ്റർ ഉണ്ടല്ലോ നമ്മളെ വീടിൻ്റെ അവിടേക്ക്. ഇവിടെ ആനൊക്കെ ഇറങ്ങാറുണ്ടെന്ന് പറയട്ടെ. ഓക്കെ, നല്ല ഭംഗിയില്ലേ കാണാൻ, സൂപ്പറല്ലേ. ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ പോകണ്ട. ഓക്കെ, ഞാൻ അടുത്ത സ്ഥലം ഏതാണെന്ന് നോക്കാം. സ്വന്തം നാട്ടിലത്തെ സ്ഥലം ഇപ്പോഴാണ് അറിയുന്നത്. അതേമാതിരി ബ്രിട്ടീഷുകാർ പണിയിപ്പിച്ച പാലമാണ് കേട്ടോ. ഞാൻ ഇതേ ഇത് കണ്ട, MVRC 1921. ഇതേ ഇവിടെ അവിടെ അതെ ഒരു ഇപ്പുറത്ത് അതേമാതിരി ഒരു ബസ് പോകാൻ പറ്റില്ലേ, ഒരു ബസ് ഇതിലേ പോകാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ല, അപ്പോൾ അവിടെ ബാക്കിയാണ്. ഇപ്പുറത്തെ വഴിക്ക് കൂടെ വരുമ്പോൾ വണ്ടി പോകണ്ടതാ. ഓക്കെ, ഓട്ടമുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ ജീപ്പ് വരുന്നുണ്ട് മക്കളെ, നല്ലൊരു ജീപ്പ് വരുന്നുണ്ട്. അവർ നോക്കണം വീഡിയോ എടുക്കുമ്പോൾ. പഠിച്ചോനെ കണ്ട, ഇങ്ങനെ വരും. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. എനിക്ക് തോന്നുന്നു കുറേ കാലം പഴക്കമുണ്ട് കേട്ടോ. ഒന്ന് വണ്ടി അങ്ങോട്ട് ഇപ്പോൾ ഉമ്മക്ക് ഇവിടെ ആണല്ലേ പഠിച്ചത്. എൻ്റെ ഉമ്മ ഒക്കെ ഇവിടെയാണ് പഠിച്ചത് കണ്ട. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കുറേ പഴക്കം ചെന്ന സ്കൂളാണ്. ഉമ്മക്ക് ഉണ്ടല്ലോ പുൽക്കണ്ണീന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരും. 1 കിലോമീറ്റർ ഉണ്ടല്ലേ, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉണ്ട് അവിടെ നടന്ന് വരും സ്കൂളിലേക്ക് അന്നത്തെ കാലത്തൊക്കെ. 1938. അപ്പം എത്ര വർഷം മുന്നേ ഉള്ള സ്കൂളാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേക്ക്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, നല്ല ഭംഗിയാണ് സ്കൂൾ കാണാൻ. ഇവിടെ പൂട്ടിയിട്ടതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പരുന്തുംപാറയിലേക്കാണ്. മുന്നിലൊരു വണ്ടിൻ്റെ ഫോറസ്റ്റാണ് കേട്ടോ. പരുന്തുംപാറ ഒരു ലൈൻ കെട്ടിക്കണ ആന വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈന്. തോടവിടെയൊക്കെ ആന വന്നിട്ട് ആകെ ഇതാക്കിയിട്ടിട്ടുണ്ട്. ഹലോ, നമ്മൾ വന്നപ്പോഴ എൻ്റെ ക്യാമറമാൻ എന്നെ ചതിച്ചു മക്കളെ. എൻ്റെ ക്യാമറമാനുമായി തെറ്റിച്ചു. എൻ്റെ ക്യാമറമാൻ എന്നോട് പറഞ്ഞു കുറേ സ്ഥലങ്ങൾ കാണിച്ചു തരാന്ന്. എന്നെ ചതിച്ചു. എൻ്റെ ക്യാമറമാൻ എന്നോട് പറഞ്ഞ് കുറേ സ്ഥലങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഏതോ വൈക്കൂടെ വഴി തെറ്റിയ സ്ഥലത്ത് കൂടെ ഒക്കെ കൊണ്ടുപോയി. എൻ്റെ ക്യാമറമാൻ എന്നെ ചതിച്ചെങ്കിലും ഈ സ്ഥലം കാണാൻ സൂപ്പറാണ്.
കുറച്ചും കൂടി ഇങ്ങോട്ട് നിൽക്കണം, കുറച്ചുകൂടി കണ്ട സൂപ്പറാ. ക്യാമറമാൻ ബൈ തെറ്റിച്ചെങ്കിലും എത്തിക്കൊണ്ട് വേറെ ഏതോ സ്ഥലത്താണ്. ഓക്കെ, പൗണ്ടിൻ്റെ അവിടുത്തെ പാലത്തിൻ്റെ അവിടെ എത്തി മക്കളെ. എവിടെക്കോ ചെന്നിട്ട് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ചിമ്മിണിന്ന് വരണതാണ് കേട്ടോ ഈ വെള്ളമൊക്കെ. ചിമ്മിനിന്ന് ഒഴുകി വരണതാ. ഓക്കെ, എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ക്യാമറമാനെ കൊടുന്നത് വെറുതെയാണ്. എൻ്റെ ക്യാമറമാൻ ക്യാമറ പിടിക്കാണ്ട് സ്ഥലം നോക്കി കിടക്കണം. അപ്പം ഞാൻ എന്നെ പിടിക്കേണ്ട അവസ്ഥയായി. ക്യാമറമാൻ എന്തോന്ന് പിടിക്കുമോ? അപ്പോൾ ചിമ്മിനിന്ന് ഒഴുകി വരുന്ന പൗണ്ടിൻ്റെ അവിടുത്തെ പാലാണ് ഇട്ടത്. ഓക്കെ, അടുത്ത സ്ഥലം കാണാം.